ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിക്കുകയാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും അഭ്യസിക്കാവുന്ന ഒന്നാണ് യോഗ. എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നത്. യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. 2014 സെപ്റ്റംബറിൽ 27 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് യോഗാ ദിനം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. 2015 ജൂൺ 21 മുതൽ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിച്ചു പോരുന്നു. വസുദൈവ കുടുംബത്തിന് യോഗ, അല്ലെങ്കിൽ ഒരു ലോകം, ഒരു കുടുംബം എന്ന നിലയിൽ എല്ലാവരുടെയും ക്ഷേമത്തിനായുള്ള യോഗ എന്നതാണ് ഇത്തവണ യോഗാ ദിന സന്ദേശമായി വരുന്നത്. 8 വിഭാഗങ്ങളാണ് യോഗക്കുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണവ. ഇതിൽ ആദ്യത്തെ 4 ശരീരവും മനസ്സും പുഷ്ടിപ്പെടുത്തുന്നതിനാണ്. വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശരിയായ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഒരാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ പ്രയോജനകരമാണ്. രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. യോഗ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. യോഗ നിങ്ങളുടെ ശ്വസന രീതിയെ നിയന്ത്രിക്കുന്നു. ഇത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കും. പഠനങ്ങളനുസരിച്ച് വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ യോഗ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. യോഗ നിങ്ങളുടെ മൊത്തത്തിലുള്ള ശാരീരികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ശാരീരികാരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് വഴക്കം. എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒന്നാണ് യോഗ. ഇത് ശരീരത്തിന് ഒരു വഴക്കം കൊണ്ടുവരുന്നു. യോഗ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം അത് മാനസിക സമ്മർദ്ദം കുറക്കാൻ സഹായിക്കുന്നു എന്നതാണ്. അനിയന്ത്രിതമായിരിക്കുമ്പോൾ അത് അപകടമാം വിധം പല രോഗങ്ങളിലേക്കും നയിക്കും. പ്രത്യേകിച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്ന നിരവധി യോഗാസനങ്ങളുണ്ട്. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ശക്തി, ഉറക്കരീതി, പ്രതിരോധശേഷി എന്നിവയെ മെച്ചപ്പെടുത്തുന്നു. വേദന നിയന്ത്രിക്കാനും യോഗ സഹായിക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹൃദ്രോഗങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ആയതിനാൽ ആരോഗ്യമുള്ള ഹൃദയം ഉറപ്പാക്കാൻ യോഗ ഒരു അനിവാര്യ ഘടകമായി മാറിയിരിക്കുന്നു. യോഗ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ അവയവങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുകയും നിരവധി രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രായം കൂടുന്തോറും സന്ധികൾക്കും എല്ലുകൾക്കും ദുർബലമാകും. എന്നാൽ സ്ഥിരമായ യോഗ പരിശീലനത്തിലൂടെ എല്ലുകളുടെ ശക്തി നിലനിർത്താൻ സാധിക്കും. തിരക്കേറിയ ജീവിത രീതികൾക്കിടയിൽ യോഗയ്ക്കായി കുറച്ച് സമയം കണ്ടെത്തുന്നത് ഏറ്റവും നല്ലതാണ്. യോഗ എന്ന അത്ഭുത രീതിയെ നമുക്ക് പരിചയപ്പെടാം. നിത്യവും അഭ്യസിച്ചു തുടങ്ങാം. എല്ലാവർക്കും യോഗാ ദിനാശംസകൾ നേരുന്നു.